വെൽക്കം ടു ഈസി സെൽഫ് ലേൺ. ഇതിലൂടെ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ ഫിസിക്സ്, മാത്തമാറ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാൻ പോകുന്നത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആണ്. അതായത് ട്രിഗണോമെട്രിക് റേഷ്യോസ് ആയ സൈൻ, കോസ്, ടാൻ, സൈനിൻ്റെ റെസിപ്രോക്കൽ കൊസീക്, ദെൻ കോസിൻ്റെ റെസിപ്രോക്കൽ സീക്, ടാനിൻ്റെ റെസിപ്രോക്കൽ കോട്ട് എന്നീ റേഷ്യോസിൻ്റെ ഡിഫറെൻ്റ് ആംഗിൾസിൻ്റെ വാല്യൂസാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ശരിക്കും ഇതിനകത്ത് നമ്മൾ ഒറ്റ ഒരു ലൈനിൻ്റെ വാല്യൂ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എല്ലാ റേഷ്യോസും വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് സൈൻ്റെ റേഷ്യോസ് പഠിക്കണം. അപ്പോൾ ഈ ഒരു ലൈനാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. സൈൻ 0യുടെ വാല്യൂ 0 ആണ്. ദെൻ 30യുടെ വാല്യൂ 1/2, ദെൻ 45 1/√2, then 60 √3/2, then 91. അപ്പോൾ ഇത്രയും വാല്യൂസ് നമ്മൾ അറിഞ്ഞിരിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി എല്ലാ റേഷ്യോസും നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് കോസിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അപ്പം സൈൻ 90യുടെ വാല്യൂ 1 ആണ്. അപ്പം ഈ ഒരു വാല്യൂ നമ്മൾ ഈ ഒരു ഓർഡറിൽ, അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇങ്ങോട്ടേക്ക് എടുത്തെഴുതിയാൽ മാത്രം മതി. ദെൻ നെക്സ്റ്റ് കോളത്തിൽ √3/2 ഫില്ല് ചെയ്യുക, ദെൻ 1/√2, ദെൻ 1/2, ദെൻ 0. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കോസിൻ്റെ വാല്യൂസ് എഴുതാൻ പറ്റി. ഇനി ഇതുപോലെയാണ് ടാനിൻ്റെ വാല്യൂ. ടാൻ എന്ന് പറയുന്നത് സൈൻ ബൈ കോസ് ആണ്. സോ ടാൻ തീറ്റ ദാറ്റ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. സോ ഇത് തമ്മിൽ ജസ്റ്റ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് നമ്മളിവിടെ എഴുതാൻ പോകുന്നത്. സോ 0/1 എന്ന് പറയുന്നത് 0 ആണ്. 1/2/√3/2 2 കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 1/√3 എന്ന് കിട്ടും. 1/√2 ഡിവൈഡഡ് ബൈ 1/√2 അത് 1 ആണ്. ദെൻ √3/2 ഡിവൈഡഡ് ബൈ 1/2, അപ്പോൾ 2ഉം 2ഉം കട്ട് ചെയ്ത് പോകുമ്പോൾ √3 ആണ് കിട്ടുന്നത്. ലാസ്റ്റ് 1/0 ആണ്. 1/0 എന്ന് പറഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എല്ലാത്തിൻ്റെയും റെസിപ്രോക്കൽസ് ആണ് ഈ കിടക്കുന്നത്. അപ്പം സൈനിൻ്റെ റെസിപ്രോക്കലാണ് കൊസീക്ക്. അപ്പം സൈൻ 0, അതായത് 0 മീൻസ് 0/1 ആണ്. അപ്പം ഇതും 1/0 എന്നുള്ളൊരു ഫോമിലേക്കായിരിക്കും വരുന്നത്. അപ്പം അത് നോട്ട് ഡിഫൈൻഡ് ആണ്. ദെൻ സെക്കൻഡ് 1/2ൻ്റെ റെസിപ്രോക്കൽ ദാറ്റ് ഈസ് 2, 1/√2ൻ്റെ റെസിപ്രോക്കൽ √2, ദെൻ √3/2ൻ്റെ റെസിപ്രോക്കൽ 2/√3, ദെൻ 1ൻ്റെ റെസിപ്രോക്കൽ 1 തന്നെ. ദെൻ സീക്ക് തീറ്റ, അത് കോസിൻ്റെ റെസിപ്രോക്കൽ വാല്യൂസ് ആണ് സീക്കിൽ വരുന്നത്. സോ 1/1 1, √3/2ൻ്റെ റെസിപ്രോക്കൽ 2/√3, √2, 1/2ൻ്റെ റെസിപ്രോക്കൽ 2, ദെൻ 0യുടെ റെസിപ്രോക്കൽ 1/0 ആണ് വരുന്നത്. സോ അതും നോട്ട് ഡിഫൈൻഡ് ആണ്. ദെൻ ലാസ്റ്റ് കോട്ട് തീറ്റയാണ്. ടാനിൻ്റെ റെസിപ്രോക്കലാണ് കോട്ട്. ദെൻ ഇത് 0/1 ആണ്. സോ 1/0 ആണ് കോട്ട് 0, ദാറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ് ആണത്. ദെൻ 1/√3യുടെ റെസിപ്രോക്കൽ √3, 1ൻ്റെ റെസിപ്രോക്കൽ 1, ദെൻ √3യുടേത് 1/√3. നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത് 1/0 ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ 0/1 ആണ്, ദാറ്റ് ഈസ് 0 ആണ്. ഓക്കെ, അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു കോളം ഫില്ല് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം, സൈൻ തീറ്റയുടെ വാല്യൂ മാത്രം പഠിച്ചു വെക്കുക. ബാക്കി എല്ലാ വാല്യൂസും നമുക്ക് ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ട്രിഗണോമെട്രിക് റേഷ്യോസ് വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കാൻ സാധിച്ചെങ്കിൽ തീർച്ചയായിട്ടും ഇത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക്